വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെക്കുറിച്ച് ഇന്ത്യയിലെ ദേശീയ പത്രമായ ഹിന്ദു കഴിഞ്ഞ ദിവസത്തെ മുഖപ്രസംഗത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ് അക്രോസ് 12 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഈസ് ഫാസ്റ്റ് ഡിസെൻഡിങ് ഇൻ ടു എ ഫാഴ്സ്. SIR എന്നത് ഒരു അസംബന്ധ നാടകമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഹിന്ദു പറയുന്നത്. ഈ നാടകം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കേരളത്തിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. 2024 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന 2.78 കോടി വോട്ടർമാരിൽ നിന്ന് 24.08 ലക്ഷം പേരെ ഡിസംബർ 21 പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടാതെ കരട് പട്ടികയിലുള്ള മറ്റൊരു 19.32 ലക്ഷം വോട്ടർമാരെ നോ മാപ്പിംഗ് കേസുകളായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. 2002 വോട്ടർ പട്ടികയുമായി ബന്ധിപ്പിക്കാൻ കഴിയാത്തവരാണ് നോൺ മാപ്പിംഗ് പട്ടികയിൽപ്പെട്ട ഈ 19 ലക്ഷം പേർ. ഇവർ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ പ്രത്യേക ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരും. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ 3 വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്: ആബ്സെൻറ്റി അഥവാ A, ഷിഫ്റ്റഡ് അഥവാ S, ഡെഡ് അഥവാ D. ഈ 3 വിഭാഗങ്ങളിൽപ്പെട്ടവരെ കൂട്ടിച്ചേർത്ത് ASD എന്ന് വിളിക്കുന്നു. എന്നുവെച്ചാൽ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തപ്പോൾ സ്ഥലത്തില്ലെന്നോ സ്ഥലം മാറിപ്പോയെന്നോ ബൂത്ത് ലെവൽ ഓഫീസർക്ക് ബോധ്യപ്പെട്ടവർ. പക്ഷേ ഈ ബോധ്യങ്ങൾ സംശയാസ്പദമാണെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നു. പതിറ്റാണ്ടുകളായി സജീവ വോട്ടർമാരായിരുന്ന പൗരന്മാരെ കണ്ടെത്താനാകാത്തവർ അഥവാ അൺട്രേസിയബിൾ എന്ന് മുദ്രകുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്യൂമറേഷൻ ഫോറങ്ങൾ സ്വീകരിക്കാനോ തിരികെ നൽകാനോ വിസമ്മതിച്ചവർ എന്ന വിഭാഗത്തിൽ അവരെ പെടുത്തിയിരിക്കുന്നു. ഇവരിൽ ഭൂരിഭാഗവും അതാത് പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തന്നെയാണ്. ഫോം വിതരണം ചെയ്യാൻ BLOമാർ വീടുകളിലെത്തുമ്പോൾ സന്നിഹിതരാകാതിരുന്നവരാണ് അവരിൽ ഭൂരിഭാഗവും. പലയിടങ്ങളിലും ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കൂട്ടത്തോടെ മരിച്ചവരായി മുദ്രകുത്തിയ സംഭവങ്ങളുമുണ്ടായി. ഇടുക്കി ജില്ലയിലെ പെരുവന്താനത്ത് 41 യുവ വോട്ടർമാരെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞത്. അവർ മരിച്ചുപോയത് അവരറിഞ്ഞില്ല. പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അത് തിരിച്ചറിഞ്ഞ് അവരെ ജീവിപ്പിക്കുകയാണുണ്ടായത്. അവരിൽ പലർക്കും ഹിയറിങ്ങിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശവും കിട്ടിയിട്ടുണ്ട്. ഒരേ വീടുകളിലെ അംഗങ്ങളെ വ്യത്യസ്ത ബൂത്തുകളിലേക്ക് വിന്യസിപ്പിച്ചതായും ആക്ഷേപങ്ങളുണ്ട്. ചില പോളിംഗ് സ്റ്റേഷനുകളിൽ 500-ലധികം വോട്ടർമാർ ഒന്നുകിൽ അൺട്രേസിയബിളാണ്, കണ്ടെത്താൻ കഴിയാത്തവർ, അല്ലെങ്കിൽ പെർമനൻ്റലി ഷിഫ്റ്റഡാണ്, അല്ലെങ്കിൽ EF റിഫ്യൂസ്ഡാണ്. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്നാണ് രാഷ്ട്രീയ സംഘടനകൾ ചോദിക്കുന്നത്. ഇങ്ങനെ എത്രയധികം സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അർഹരായ ലക്ഷക്കണക്കിന് മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്നും അതുവഴി ജനാധിപത്യത്തിൽ നിന്നും അരിഞ്ഞു നീക്കുന്നത് കാണുമ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിമൂവൽ എന്നതിൻ്റെ മറ്റൊരു പേരാണോ എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാനാവില്ല.